ഇനി സാവധാനം മലർന്നു കിടക്കുക. മലർന്നു കിടന്നതിന് ശേഷം സാധാരണ ശ്വാസം എടുത്തുവിടുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇരുകാലുകളും മേൽപോട്ടുയർത്തുക. അത് അതേപോലെ അല്പനേരം നിർത്തുക. ശേഷം താഴെ വയ്ക്കുക. ഇനി ശ്വാസം എടുക്കുക. എടുത്ത ശ്വാസം വിട്ടുകൊണ്ട് തലയും കാലും ഒരുമിച്ചുയർത്തുക. ഇനി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഇനി കൈകൾ പുറകിലോട്ട് ചേർത്ത് വയ്ക്കുക. വിരലുകൾ തമ്മിൽ പിണച്ചു വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കുനിയുക. ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ മുകളിലേക്ക് ഉയർത്തുക. മേലോട്ട് ഉയർത്തിയതിന് ശേഷം ശ്വാസം നീട്ടി വലിക്കുക. ശ്വാസം നീട്ടി വലിച്ചതിന് ശേഷം ദീർഘനിശ്വാസം ഒരു ഞാൻ അപ്പോഴേ പറഞ്ഞതൊന്നും കണ്ടൊന്നും ചെയ്യരുതെന്ന്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒന്ന് നിവർന്നു നോക്കിയേ, പതിക്കൊന്ന് നിവർന്നു നോക്കിയേ. ഇപ്പൊ ആരെ ഒന്ന് വിളിക്കുന്നെങ്കിൽ ഇപ്പൊ എന്തോ ചെയ്യാനാ? ഇപ്പൊ ഞാനിപ്പോ ആരെ വിളിക്കാനാ? പാസ്വേഡ് വിളിക്കട്ടെ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് നിൽക്കും. പാസ്വേഡ് ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ? ഇവിടെ ഇച്ചേൻ ആസനത്തിൽ കുടുങ്ങി നിൽക്കുക. ആ എനിക്കറിയാൻ വയ്യ. യൂട്യൂബ് എടുത്ത് വെച്ച് രാവിലെ എങ്ങാണ്ട് ചെയ്തതാ, യോഗയോ മറ്റോ. ഒന്ന് വേഗം ഇതൊരു വരാമോ? ആ ശരി ശരി ശരി. അതെ, നമ്മുടെ ജോസൂട്ടി ആസനത്ത് കുടുങ്ങിത്തറേ. ആരടിയല്ല, മറ്റേ ഈ യോഗാസനം. എന്ത് അപ്പൊ ഒന്നിനുമില്ലാന്നല്ലേ? ഒന്നിനുമില്ലാന്ന് മറ്റേ ഈ മറ്റേ എന്താണ് മൊബൈലില് യൂട്യൂബിലൊക്കെ നോക്കിട്ട് അതേപോലെ ചെയ്തതാണത്. നമ്മള് വിളിച്ചല്ലേ? ജെസ്സി വിളിച്ചു പറഞ്ഞപ്പോ എന്തിനിപ്പോ ഈ സമയത്ത് പിന്നെ ആർക്കറിയാം എന്തൊരു ഏടങ്ങറാ നോക്കി. ഏതിലോ കുടുങ്ങിട്ട് ഇങ്ങനെ കുരുങ്ങി നിൽക്കണ. അവിടെ കിടക്കട്ടെ, എന്തിനാ നമ്മള് പോണേ? അവിടെ കിടക്കട്ടെ. അല്ല ജെസ്സി വിളിച്ചു പറഞ്ഞല്ല മോശല്ലേ? ശരിത്തൊരു കഷ്ടം നോക്കിയ. പോയിട്ട് വരാന്നല്ലേ? ഇതിപ്പോ എത്ര സമയം നിൽക്കുന്നു? അവിടെ ഒന്നിരുന്ന് നോക്കി. അതെ, ഇതെന്താ ഇത് എങ്ങനെ പറ്റുന്നത്? യൂട്യൂബ് നോക്കിട്ട് ഏതാണ്ട് വീഡിയോ നോക്കി ചെയ്തതാ, യോഗയാ പോലും. അത് കേട്ടോണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കായിരുന്നു. പിറകില് കൈകെട്ടി ഇങ്ങനെ പൊക്കാവനെ പൊക്കിയപ്പോ ഇവിടെ എന്തോ ഒരു പിടുത്തം പെടലിയുടെ താഴെ. പിന്നെ എനിക്ക് കൈ അനക്കാൻ പറ്റില്ല, ഇരിക്കാൻ ഇങ്ങനെ ഈ വിരല് കൂട്ടി പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ കൈ പതുക്കെ അയക്കടാ. അനങ്ങാൻ പറ്റില്ല എനിക്ക്. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവാ സൂട്ടി. അയ്യോ എടാ, ഇനിയിപ്പോ ഓട്ടോറിക്ഷ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇരിക്കും? ഇരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും വൈദ്യനെ വിളിച്ചാലോ? ആരെങ്കിലും അറിയാവോ? വൈദ്യനൊക്കെ നമുക്കൊരു പരിചയമുണ്ടോ? എവിടെയെങ്കിലും ഇങ്ങനെ കൂടി കിടക്കണതൊക്കെ മാറ്റാൻ പറ്റും. ആശുപത്രി പോവാ, അതപ്പോ നടക്കുള്ളൂ. അല്ലാതെ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ആശുപത്രിയിൽ പോകുമ്പോ മടിയിൽ ഇരിക്കാൻ പറ്റില്ല. കഥാപ്രസംഗം നടത്താതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഒന്ന് ആരോഗ്യട്ടെ. ഈ ഒറ്റക്ക് ഉണ്ടാക്കിയല്ലേ? അതെ, കൊട്ടവണ്ടി വിളിച്ചാലോ? കൊട്ടവണ്ടിയിലാണെങ്കിലും നിർത്താലോ? നിന്ന് പോവാല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യ. എനിക്ക് പറ്റായിട്ടാണല്ലേ ഞാൻ ഇങ്ങനെ ശ്രമിച്ചാൽ നടക്കൂടാ? നോക്കണോ?
പൊതിയോ നടത്താതെ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ വാസൂട്ടിയെ. അല്ലെങ്കിൽ ആ യോഗ മാഷാണെങ്കിൽ അതിലൂടെ അതിൽ പോവും ചെയ്യും. ഏതെങ്കിലും ഒരു പണ്ടാവതിനെ വിളിക്കുക, അയാളെ വിളിക്കുക. പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാവും ചോദിച്ചു നോക്കണം. അയാൾ ഇപ്പൊ ശരിയോ ഇപ്പൊ ശരിയോ അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. ഇതൊന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. വർക്കൗട്ട് ആവൂല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് പറയ ഇപ്പൊ കൈ കുടിക്കല്ലേ എന്താണ് നിങ്ങള് ഇവിടെ നിക്കാ അവിടെ ഒഴിഞ്ഞേക്കാനുള്ള താല്പര്യം നോക്കിയാ എങ്ങനെ ഇരിക്കുമ്പോഴൂ ഇജ് പറ. ഓ ഒന്ന് നിവർന്നു നോക്കിയേ, അതീനെ നിവർന്നു നോക്കിയേ. പറ്റുന്നില്ല. അത് നല്ലതാണ്, അത് നല്ലതല്ലേ. അത് ചിലപ്പോ യേശു അത് നല്ല ഇജ്ജും ചെയ്ത് നോക്ക്. അത് ചെയ്ത് നോക്ക്, അത് മതി, അത് മതി. ചെയ്ത് നോക്ക്, ചെയ്ത് നോക്ക്. അത് നടക്കും, അത് കറക്റ്റാണ്. മനഃശാസ്ത്രാണ്. അല്ല ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്ത പറയും. ആരെങ്ങനെ ചെയ്യാ? ആരെങ്കിലും ഒന്ന് ചെയ്യ്, എന്താണ് സംഭവം? നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. ജസ്റ്റ് അങ്ങോട്ട് ഇവിടെ കുറച്ചുകൂടി മാറി ഫ്രണ്ടില് ജോസൂടി കുറച്ചും കയറി നിൽക്ക്. ആ അങ്ങനെ നേരെ ഒന്നോ ഭാര്യ ഭർത്താവല്ലേ, നേരെ ഒന്നോ ഒരു കുഴപ്പമില്ല. ഒന്നുകൂടി ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞിട്ടോ. ഓക്കെ അതന്നെ. ഇത് തുടങ്ങി ഞാൻ എന്തായാലും പറയാം. സമാധാനമായിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് നിൽക്കും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ റെഡിയാവും. ടെൻഷൻ വേണ്ട കേട്ടാ, ടെൻഷൻ വേണ്ട. പറഞ്ഞോ. കൈ റെഡിയായല്ലോ, കൈ റെഡിയായല്ലോ, കൈ റെഡിയായല്ലോ. കൊടുക്കായി ശരിയായി. അടിപൊളി സാധാട്ടോ. ജെസ്സിയായി എങ്ങനെയുണ്ട്? ഞാൻ വരില്ല, നിങ്ങൾ അവിടെ എന്ത് വൃത്തിയുടെ കാണിക്കണേ? വാ വാ ഇത് പോലെ പോലെ ഒരു കുഴപ്പമില്ല. വെള്ളം വേണം. കൈ ശരിയായി. പൊക്ക് കുഴപ്പമില്ലല്ലോ. മടക്കി വെക്ക്. എന്റെ അച്ഛനെ അതേ അച്ഛൻ പണ്ട് പറഞ്ഞു തന്നൊരു വിദ്യ. അപ്പൊ ചെല്ലപ്പന തകർപ്പ സാധാട്ടോത്. ഏടാ ജോസൂട്ടിയെ, ഇതുപോലെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് ആ ഗുരു പറയുന്നത് പോലെ ചെയ്യാവൂ.